മത്സ്യവുമായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം ഈ മത്സ്യവുമായിട്ട് വർത്താനം പറയും. ആ മത്സ്യത്തിന് മനസ്സിലാകുന്നത് നമുക്ക് ബോധ്യപ്പെടും. ആ രീതിയിൽ മത്സ്യവുമായിട്ട് സംസാരിച്ച് അതിനെ പരിപാലിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മൃഗങ്ങളും ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമുക്കാൽ മൃഗങ്ങളും അച്ചാച്ചനുമായിട്ട് അതുപോലെ ഇണങ്ങും. പക്ഷെ ഒരു കാര്യം, ഒരു പ്രിക്കോഷൻ ഞാൻ പറയാണ്, നമുക്കതിനോട് വാത്സല്യവും സ്നേഹവും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം ബലമായിട്ട് ചെയ്യാൻ നോക്കിയാൽ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും. അത് മനുഷ്യനും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ സ്നേഹിച്ച് വാത്സല്യത്തോടുകൂടി ഏതെങ്കിലും മൃഗങ്ങളെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അച്ചാച്ചനുമായി ബന്ധപ്പെടുക. അതിനെ അതുപോലെ പരിപാലിക്കുകയും ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി ജീവിതം ത്യജിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമേ അത് പറ്റത്തുള്ളൂ. നീക്കുവെച്ചുകൊണ്ട് എനിക്ക് അവർ സന്തോഷം തന്നു വളർത്തി എന്നാണ് സത്യം. എൻ്റെ ആവശ്യമായിട്ട് തോന്നി, എനിക്ക് സ്നേഹിച്ചു വളർത്തി. ഇതിന് ഒരുങ്ങുന്നവർക്ക് സമയമുണ്ടെങ്കിലും അതിനോട് താല്പര്യമുണ്ടെങ്കിലും അതിന് സൗകര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ ദ്രോഹിക്കായിരിക്കും. ഇതിൻ്റെ ഒരു തെറ്റായിട്ട് വശങ്ങൾ ഞാൻ ചെറുതായിട്ട് പറയാം. എനിക്കിവിടെ 2 പട്ടി ഉണ്ടെങ്കിൽ 1000 രൂപ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു, വേറൊരു പട്ടി വന്നാൽ ഞാൻ അതിനെ കല്ലെടുത്തെറിയും. അതായത് ഞാൻ വേറൊന്നിനെ ദ്രോഹിക്കാനും കൂടെ പഠിക്കുക. എൻ്റെ കോഴിമുട്ട എടുക്കാൻ ഉടുമ്പോ കീരിയോ വന്നാൽ ഞാൻ ആ കീരിയോ ഉടുമ്പിനെ കൊല്ലാൻ നോക്കും. ഞാൻ അതിന് വേറൊരു വശം പറയാം. ഞാൻ പൂച്ചയ്ക്ക് തീറ്റയെടുത്ത് ബാക്കി കിടക്കൊണ്ട് ഉറുമ്പ് തിന്നാൻ വന്ന് ആ ഉറുമ്പിനെ കൊല്ലാൻ ഞാൻ നോക്കും. അപ്പം നമ്മൾ ഏതിനേലും അമിതമായി സ്നേഹിച്ചാൽ, ഞാൻ ഒരു സമുദായത്തിൽപ്പെട്ടാൽ മറ്റേ സമുദായക്കാരനെ എൻ്റെ സമുദായത്തെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് മറ്റേ ഞാൻ ദ്രോഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാകാതെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെ ഓരോന്നിനും വളർത്തുമ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഒന്നിനെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ മക്കളെ സ്നേഹിക്കുമ്പോൾ ബാക്കിയുള്ള മക്കളെ ദ്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനുഷ്യരിലുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ പൂച്ചകളല്ല, എല്ലാ മൃഗങ്ങളും മനുഷ്യരെക്കാട്ടിലും ഡീസൻ്റായിട്ട് തിരിച്ച് സ്നേഹിക്കാൻ കഴിവുള്ളവരാണെന്നാണ് എൻ്റെ അനുഭവം. തെറ്റായ അനുഭവങ്ങളുള്ളവർ ക്ഷമിക്കുക. അത്രയും പറയുന്നുള്ളൂ. ഞാൻ നിർത്തുന്നു. കൊച്ചമ്മ പറഞ്ഞത് തേനീച്ചയുടെ വളരെ നീണ്ട ഇതാണ്. അതൊരു ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു റാണി, വേലക്കാരികൾ, മണിയന്മാർ. പെട്ടി മെയിൻറ്റെയിൻ ചെയ്യണം. ആഴ്ചയിൽ ഒന്നെങ്കിലും തുറന്നു നോക്കണം. നമ്മൾ സ്നേഹിച്ചാൽ കുത്തത്തില്ല. നമ്മുടെ നാട്ടിൽ തേൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൊച്ചമ്മയുടെ അവിടെയും ബുദ്ധിമുട്ടാണ്, എനിക്കിവിടെ. ഞാനിങ്ങനെ ഒരു സ്നേഹത്തിൽ വളർത്തുന്നുള്ളതല്ലാതെ പുരോഗതി കൂടുതലൊന്നുമില്ല. എൻ്റെ സന്തോഷത്തിന് വളർത്തുന്നു. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നോ. ഏത് മൃഗത്തിനെ വളർത്തുകയാണെങ്കിലും, ഒരെണ്ണത്തിനെ വളർത്താനാണെങ്കിലും ഒത്തിരി സെറ്റപ്പ് ചെയ്യണം. ഒരു പശുവിനെ വളർത്തുന്ന